ഹലോ ഗായ്സ്, സീക്രട്ട് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. സോ എന്ത് ചെയ്യും ഇന്നെൻ്റെ ബർത്ത്ഡേക്ക് എന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഷാലോം എന്നെ കാണാനായിട്ട് വരുന്നത്. അവളുടെ മോളും പിന്നെ അവളുടെ ചേച്ചിയുടെ പിള്ളേരുമായിട്ടാണ് അവൾ എന്നെ കാണാൻ വന്നത്. ഈ കുഞ്ഞു പിള്ളേരെല്ലാവരെയും ഞാൻ ഒരുപാട് എടുത്ത് വളർത്തിയിട്ടുള്ള കുഞ്ഞുങ്ങളായിരുന്നു. ഇവരെല്ലാവരും ഇപ്പോൾ വലുതായി. അവരൊക്കെ കണ്ടതിൻ്റെ വലിയ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവൾ എനിക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് ഒരു ബർത്ത്ഡേ കേക്കും കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ആ കേക്കൊക്കെ കട്ട് ചെയ്തു. അതിന് മുന്നേ ഞങ്ങൾ ഉച്ച സമയത്താണ് വന്നതുകൊണ്ട് എൻ്റെ മമ്മി ഉണ്ടാക്കിയ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണിയും ഞങ്ങളെല്ലാവരോടും ഇരുന്നിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് അവരുടേതായ രീതിയിലുള്ള കഴിപ്പുകളായിരുന്നു. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് അവരെ ആ ഫുഡൊക്കെ ഒന്ന് കഴിപ്പിച്ചെടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോൾ ഇതൊക്കെ അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ എന്ന് ആലോചിച്ചിരുന്നപ്പോൾ പിള്ളേരെല്ലാം കൂടെ ബഹളം വെച്ചിട്ട് ചേച്ചി ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്താ എന്ന് പറഞ്ഞ് ബഹളം വെച്ചത്. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, കുട്ടിയായിട്ട് ചുമ്മാ ഒരു ശകലം മേക്കപ്പൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാമെന്ന്. ഞാനത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമല്ല, പക്ഷേ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. ഇങ്ങനെയുള്ള മേക്കപ്പുകളൊന്നും കുട്ടികളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന അത്ര നല്ലതല്ല. ബട്ട് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ചെയ്തതാണ്. ഞാനിതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഫേസിൽ നിന്നെല്ലാം കഴുകി കളഞ്ഞായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഈ പിള്ളേരുടെ ഓരോരുത്തരെയും ഞാൻ പിടിച്ചിരുത്തിട്ട് മേക്കപ്പ് ചെയ്തു. പിന്നെ ഈ മോളുടെ ഞാൻ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. കുട്ടികളായാലും എപ്പോഴേലും അവർക്കൊരു ചെറിയ പൊടിക്കുള്ളൊരു മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കണമെന്ന് കുട്ടികൾക്ക് ആഗ്രഹം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പേരൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്തോ നമുക്ക് ചെറുതായിട്ടൊരു മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഞാൻ നമ്മുടെ ജസ്റ്റ് ഒന്ന് ഐലാഷസ് അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് കേൾ ചെയ്ത് മുകളിലോട്ടിരിക്കാൻ വേണ്ടിയിട്ട് മസ്കാര ഒരെണ്ണം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിരിയം ഒന്ന് ഞാൻ കളർ ചെയ്യുകയോ അല്ലെങ്കിൽ വരയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. ബിക്കോസ് കുഞ്ഞു പിള്ളേരല്ലേ, അവർക്ക് ഓൾറെഡി പിരിയം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ചെയ്തത് അവർക്ക് കണ്ണൊന്ന് ഒരു വാലിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചു. കാരണം ഫുൾ കണ്ണ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പിള്ളേരായതുകൊണ്ട് കണ്ണ് തിരുമ്മിയത് കുളമാവുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയ വാലിട്ട് കൊടുത്തു. വാലിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് അവരുടെ ലിപ്സിലേക്ക് ചെറിയൊരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ആക്ച്വലി മെബലിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, ആർക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു ഞാനിത് ജസ്റ്റ് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാനിത് ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെയൊന്നും ആരും അനുകരിക്കാൻ ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. ഇതെൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ എടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. ആദ്യം ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഞാനൊരു ലിപ് ബാം നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടേത് ഞാൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം അവളുടെ മുടിയും കെട്ടിക്കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറുതായിട്ട് അവൾക്കൊരു ബ്ലഷ് വേണമെന്ന് പറഞ്ഞതിനാണ് ഞാൻ എടുത്തിട്ട് ഒരു ശകല ലിപ്സ്റ്റിക് എടുത്തിട്ട് തന്നെ കയ്യിൽ തൂത്തിട്ട് ഞാനത് ചീക്കിലും അതുപോലെ തന്നെ നോസിൻ്റെ ടിപ്പിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ മുടി കെട്ടി കൊടുത്തു. മുടി കെട്ടി നല്ല ഭംഗിയായി സുന്ദരിക്കുട്ടിയാക്കി പൊട്ടൊക്കെ തൊടിയിപ്പിച്ച് പിന്നെ ഇരിക്കുന്ന കോലമാണ് ഈ കാണുന്നത്. പിള്ളേരല്ലേ, അവർക്ക് ആവശ്യമുള്ളത് അവരുടെ സന്തോഷത്തിന് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആകുകയും ചെയ്യും. ബർത്ത്ഡേ ആണ്, വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിതെല്ലാം ചെയ്ത് കൂട്ടിയത്. അങ്ങനെ അവളുടെ മുടിയെല്ലാം കെട്ടിക്കൊടുത്തു. നല്ല ഭംഗിയായിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തതാണ്. അവളുടെ മേക്കപ്പ് ചെയ്തത് വൃത്തികേടാകിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. അവൾ തന്നെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നത് കൊണ്ട് എനിക്കത് വളരെ സന്തോഷകരമായൊരു ദിവസവും സമയമായിരുന്നു ഈ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത് തന്നെ. കാരണം കുറേ നാളിന് ശേഷമായിരുന്നു എല്ലാവരോടും ഒന്നിച്ചു കൂടിയതും ആ ഒരു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തതും ഒക്കെ. അതും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് സന്തോഷം ഇച്ചിരൂടെ ഇരട്ടിച്ചു എന്ന് വേണം പറയാൻ. ഈ കേക്കൊക്കെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ഞങ്ങളെല്ലാവരും കഴിച്ചും തീർത്തു. അത്രയ്ക്ക് ഫാസ്റ്റായിട്ടായിരുന്നു അത് തീർന്നത്. അത് വളരെ സോഫ്റ്റായിട്ടുള്ള കേക്ക് ആയിരുന്നതുകൊണ്ട് വളരെ ടേസ്റ്റിയുമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സന്തോഷമായിട്ട് ഞങ്ങൾ ഓരോ ഫോട്ടോയും അതും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഓർത്തു ഞങ്ങളുടെ ഒരു പഴയൊരു സുഹൃത്തിനെ കാണാനായിട്ട് പോകാമെന്ന് ഞങ്ങൾ കരുതി. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്ലാനിങ് ആയിരുന്നു. ഈ ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ കാറിൽ പിള്ളേർ സെറ്റുമായിട്ട്
ഞങ്ങളങ്ങനെ അവളെ കാണാനായിട്ട് പോവുകയായിരുന്നു. ഒരുപാട് ദൂരമൊന്നുമല്ല, തൊട്ടടുത്ത് തന്നെയായിരുന്നു. പുള്ളിക്കാരി ഒരു സിസ്റ്ററാണ്, കന്യാസ്ത്രീയാണ്, അതുപോലെ തന്നെ ഡോക്ടറുമാണ്, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഓർത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അവളെ ഒന്ന് കാണാം, പോയി കണ്ടേക്കാമെന്ന് കരുതിയിട്ടാണ് ഈ യാത്ര. ആ പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് ഒരു ബർത്ത്ഡേ വിഷിൻ്റെ കോള്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ കോള് വന്നു. വിളിച്ചു, ബർത്ത്ഡേ വിഷ് ചെയ്തു, എല്ലാവരുമായിട്ട് സംസാരിച്ചു. പിന്നെ അവിടെ നിന്ന് തന്നെ നല്ല പച്ചപ്പും ഹരിതാപവുമുള്ള നല്ല മനോഹരമായ സ്ഥലത്ത് കൂടെ നിന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിള്ളേരെ വഴി കൂടെ പോകുമ്പോൾ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ചെറിയ പാടൊന്നും അല്ലെന്ന് പലർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഇവിടെയും സിറ്റുവേഷൻ. ഒരാളെ വിളിക്കുമ്പോൾ മറ്റൊരാൾ അങ്ങോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. സന്തോഷത്തോടു കൂടി കുറേ വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ അവളെ കാണാനായിട്ട് പോയി. അവൾ പ്രതീക്ഷിച്ചത് എന്നെ മാത്രമായിരുന്നു. പക്ഷേ എൻ്റെ മറ്റേ ഫ്രണ്ടിനെയും കൂടെ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളുടെ ആ ഒരു സന്തോഷ പ്രകടനമാണ് ഇപ്പോൾ ആ കാണുന്നതൊക്കെ. ഞാൻ പലതും ഓർത്ത് വീഡിയോ പലതും കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്ന്, പക്ഷേ നല്ല നല്ല മെമ്മറീസ് ഒന്നും കട്ട് ചെയ്ത് കളയാനായിട്ട് തോന്നാത്തത് കൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചത്. ഞങ്ങൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇതൊരു ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെയുള്ളൊരു ക്യാൻറ്റീനിൽ പുതുതായിട്ട് പണിത നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ സ്ഥിരം പരിപാടിയായിട്ടുള്ള സെയിം സാധനങ്ങൾ, ഞങ്ങളുടെ നാരങ്ങ വെള്ളവും ഏത്തയ്ക്കാപ്പവും അതായിരുന്നു ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ അവിടെ പിള്ളേർ അവിടെ അക്വേറിയം ഉണ്ടായിരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവളെ വിട്ടു തിരിച്ചു വന്നു. അങ്ങനെ ഇവരും യാത്ര, അങ്ങനെ ബർത്ത്ഡേ വ്ലോഗ് തീർന്നു.